എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ എന്ത് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതെന്താ വെച്ചാൽ കുറേ പണി ഉണ്ടായിരുന്നു. ഞാൻ പുതിയൊരു ഓഫീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കുറച്ച് ഇതിൽ കാണിക്കാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാലേ നമ്മൾ ഇപ്പോൾ അനിലേൻ്റെ അവിടെയാണല്ലോ നമ്മൾ ബ്ലാക്കിൻ്റെ ബ്രൂഡൊക്കെ ഉള്ളത്. മറ്റേ പിങ്കിൻ്റെ ബ്രൂഡ് ഇപ്പോൾ എവിടെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും കമൻറ്റിൽ, പലരും അല്ല, 2-3 ആൾക്കാരൊക്കെ വാട്സപ്പിലും കമൻറ്റിലൊക്കെ പറഞ്ഞ് എവിടെ അവർക്ക് മനസ്സിലായ ഒരു ഏരിയ പറഞ്ഞ് അത് കറക്റ്റാണ്. നമ്മൾ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്കാണ് അത് കൊടുത്തിട്ടുള്ളത് സാബിക്ക്. അപ്പോൾ അവിടെ ഉണ്ട്, അവർ ഹാപ്പിയാണ്. ഞാൻ പോയി കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, സാബിയുടെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഫംഗ്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പെറ്റ് സ്റ്റേഷനിൽ പോയിരുന്നു, അത് കണ്ടു. എന്തായാലും എനിക്ക് ഹാപ്പിയായി. അവർ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അനിലേൻ്റെ അവിടെയാണല്ലോ നമ്മളെ ബ്ലാക്കിൻ്റെ ബ്രൂഡ് ഉള്ളത് ഇനി. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകും. അപ്പോൾ അതിനെ ഈ ടാങ്കിലാണ് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭായിമാർ വന്നിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ നെറ്റൊക്കെ ഇവിടെയൊക്കെ പ്രശ്നമായിരുന്നു. ഒക്കെ എന്താക്കിയിട്ടുണ്ട്, കറക്റ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാലേ ഇല്ലെങ്കിൽ പക്ഷികളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ കച്ചറ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ വരുന്ന വെള്ളം സെറ്റാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല വെള്ളം അടിച്ചിട്ട് അനിലേൻ്റെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ബ്രൂഡ് സ്റ്റോക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതേപോലെ തന്നെ ബൈ എഗ്മിൻ്റെ അതേപോലെ ഇപ്പോൾ നമ്മൾ ഇലക്കെ കളഞ്ഞിട്ടാണ് അറച്ച് കച്ചറയിരുന്നു. ഇനിയും ചെയ്യാണ്ട് പണിയുണ്ട്. ചിലപ്പോൾ ഇന്നും നാളൊക്കെ ആയിട്ട് ഉണ്ടാവും പണി. പിന്നെ നമ്മളെ പിങ്കിൻ്റെ പുതിയ ബ്രൂഡാണിത്. അപ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് കൊടുത്തില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കണം. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ബ്ലാക്കിനെ, ഭയങ്കര വെയിൽ, ബ്ലാക്കിനെ ചിലപ്പോൾ ഇതിലാണ് വിടുക, പിങ്കിനെ അതിലേക്ക് മാറ്റും. അങ്ങനെ ഏതാ നോക്കിയിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വലിയ ടാങ്കില്ലേ, വലിയ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് അവിടെ കച്ചറ കൂട്ടിയിട്ടുണ്ട്. വലിയ ടാങ്കിൻ്റെ മേലെ ഉണ്ടായിരുന്ന നെറ്റൊക്കെ, നെറ്റിൻ്റെ മേലെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ നമ്മൾ പറക്കി കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ 2-3 ഫ്രണ്ട്സ്, നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ. വീഡിയോ ഇടാത്ത വേറെ ഒന്നുമല്ല, നമുക്ക് വേറെ കണ്ടൻറ്റൊന്നും ഇല്ല. നമ്മൾ വേറെ കുറേ അൽക്കുലത്തെ സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അത് പിങ്കിൻ്റെ ഒക്കെ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. ഇനി 10-50 കൂടി നമ്മളൊരു സുഹൃത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അതുപോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് പോപ്പുലാരിറ്റി വരുത്തുക. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ നമ്മളെ ലാസ്റ്റ് വർക്കിലേക്ക് കിടന്നിട്ടുണ്ട്. ഇനി മീനെ പിടിക്കാൻ പോവാൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ വെച്ചാലേ ഞാൻ ഈ ഫൂട്ട് വാൾവ് കണ്ടില്ലേ, ഈ ഫൂട്ട് വാൾവ് വെച്ചിട്ട് ഈ മോട്ടറിലൂടെ ഈ ടാങ്കിലത്തെ വെള്ളം തന്നെ ഈ ടാങ്കിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൗകര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ബ്രൂഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഈ വെള്ളം ഞാൻ ഇതിലേക്ക് അടിച്ചിട്ടുണ്ട്. അതൊരു കോട്ടൺ ഡബിളാക്കിയിട്ട് കെട്ടിയിട്ട് ഈ പൈപ്പും വെച്ചിട്ടാണ് ഞാൻ അടിച്ചത്. അപ്പോൾ കച്ചറൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനിയും അടിക്കും കേട്ടോ, ഇനി നല്ല വെള്ളം കൊടുക്കും. ഏക്ക് പക്കടോ. അപ്പോൾ നമ്മളെ ഭായിമാരുണ്ട് ഇവിടെ, അപ്പോൾ അവർ പിടിക്കുന്നുണ്ട്. ഏക്ക് മച്ചിക്കോ പക്കടോ, ജൽദി ആയേഗാ തോ മുഷ്കിൽ ഹൈ. ഇസ്കോ പക്കടോ, ഇസ്കോ 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 ആ ഏ വല. അപ്പോൾ ഇവരെ ഇനി മാറ്റി ഇടണം നമുക്ക്. ഓക്കെ, പിടിച്ചിട്ടുണ്ട്, അടിപൊളി. അത് കാണാൻ പറ്റിയില്ല. ആവോ मैं बताएगा नहीं ऐसा ही आओ. എൻ്റെ ഹിന്ദിയൊക്കെ ഇത്തിരി മോശം കേട്ടാ. സിർഫ് മച്ചിക്കോ ऐसा करके. ഞാൻ ക്യാമറ പിടിച്ചുള്ള കാരണം आपकी भाषा में लाइक करने के बोलो. रिदस भाई बोलो
आपकी भाषा में? भैया लाइक करो, सब्सक्राइब करो, ये तो इंग्लिश है ना, यही होता है, तो खतरी में हो जाएगा। सब में ऐसा ही होता है, लाइक सेम ऐसे ही होता है। സബ്സ്ക്രൈബ് കറോ. नहीं നെറ്റ് नहीं डालो. ഒരു മിനിറ്റ് ഞാനതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. സംഭവം എന്താ വെച്ചാൽ കച്ചറ ഇടരുതെന്നാണ് ഞാൻ അവരോട് പറയണത്. ഡാലോ ഇത് മെയിൽ ഫിഷാണ് കേട്ടോ. ഡാലോ अच्छा डालो फील करता है ना मैं भी फील करता है। एक कचरा सिर्फ डालेगा तो वो भी मुश्किल हो जाएगा. 9 ഉണ്ട്. അപ്പോൾ ഇത് സോർട്ട് ചെയ്യാനാണ് കൂടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇട്ടുള്ളത് മെയിലാണ്, പക്ഷെ ഒന്നുകൂടി മെച്ചുർ ആവാണ്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെയിലിന് ബാക്കി 2-3 ഫീമെയിലിൽ മാത്രം, മാക്സിമം 3 ഫീമെയിൽ ഇട്ട് കൊടുക്കുള്ളൂ. ബാക്കി നമ്മൾ എടുത്തിട്ട് ഈ ടാങ്കിലാ അല്ലെങ്കിൽ ഇതിലിപ്പോൾ ബ്ലാക്കിന് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്, ആൻലാൻഡ് അവിടെ നിന്ന് കൊണ്ടുതന്നെ. അപ്പോൾ അതാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ. ഇതാ പിടിക്കണം അടുത്ത് തന്നെ. ഇത് ഫീമെയിലാണ്, ഇത് ഫീമെയിലാണ്. जम करेगा. अच्छा ഇത് രസമാണ് കേട്ടോ. ഇതിങ്ങനെ വളർത്തുന്നത് വളരെയധികം എന്താ പറയുക, മൈൻഡിന് ഭയങ്കര പീസ്ഫുള്ളാണ്. ഇതിങ്ങനെ പിടിക്കുക, കഴുകുക, വൃത്തിയാക്കുക. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് സോർട്ടിങ് ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. വെള്ളമുള്ളവർ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ. വെള്ളമുള്ളവരും ഇങ്ങനെ ചെയ്താൽ മതി, കാരണം വേറെ ടാങ്ക് ഉണ്ടെങ്കിൽ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കരുത്, ഇങ്ങനെ ചെയ്താൽ മതി. അത് ഇത്തിരി പെശകാ അങ്ങനെ. ऐसा पकड़ो, वो मर जाएगा. ഇപ്പം മനസ്സിലായി അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയണേ. ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഇതിനെ ശരിക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നല്ല പരിക്ക് പറ്റും. അതാണ് പ്രശ്നം. ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരെ നമ്മളധികം വിളിക്കാറില്ല. നമ്മളെ മറ്റേ മുർസൽ ഭായിനെ അല്ലെങ്കിൽ നമ്മുടെ കാസിം ഭായിനൊക്കെയാണ് വിളിക്കാറ്. പക്ഷെ ഇത് ഡാലോ ഹലോ. സംഭവം ചെയ്യുന്നുണ്ട് ഇവർ. മീനിനെ നമ്മളെ കഴിക്കാനുള്ള രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ മനസ്സിന് ഇത്തിരി വിഷമമുണ്ട്, പക്ഷെ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. കുഴപ്പമില്ല, ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ 9 ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏകദേശം 2.5 വർഷമായതാണ്. അപ്പോൾ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ നല്ല ഫീച്ചേഴ്സ് വരും ഇവർക്ക്. നല്ല മുഴയും അതുപോലെ ഫീമെയിലാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ സോർട്ട് ചെയ്തിടാം. അതാണ് മെയിൻ ലക്ഷ്യം. കച്ചറ ഇതൊക്കെ ഫീമെയിലാണ്. ഓക്കെ ജൽദിയല്ല. അവനക്കൊരു ആഗ്രഹം അത് പിടിച്ചിട്ടൊരു വീഡിയോ എടുക്കണമെന്നേ. സംഭവം ഇൻ്റെ നെഞ്ചാണ് എടുക്കണമെങ്കിലും എന്താ ചെയ്യുക, അവർ പറഞ്ഞല്ലേ. അപ്പോൾ ഇട്ട് കൊടുത്താ കുഴപ്പമില്ല. പക്ഷെ വീഴുമ്പോഴൊക്കെയാണ് പ്രശ്നം, പരിക്ക് പറ്റാണ്ടിരുന്നാൽ മതി. അപ്പോൾ ലാസ്റ്റത്തെയാണ് സംഭവം. കുറേ വീണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഇത്തിരി വലുതാണ്. ऐसा डालो. ऐसा डालो. लास्ट वन है. അപ്പോൾ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഡാലോ. ഒരെണ്ണം മണ്ണി വീണിട്ടാ. ഈ അറ്റത്ത് നിന്നിരുന്ന് കുഴപ്പമില്ല, പക്ഷെ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി ആ ടാങ്കിൽ കഴുകിയിട്ട് ബ്ലാക്കിനെ കൊടുത്തിട്ട് ഇടുന്ന അവിടുന്ന് പിടിക്കുന്ന അല്ലാണ്ട് അവിടുന്ന് പിടിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും
നന്ദി. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇത് കഴുകി വൃത്തിയാണെന്ന് വെച്ചാൽ 2 വർഷമായി ഇത് കഴുകിയിട്ട്, ഞാൻ അബുദാബി പോകുമ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടുതൽ കച്ചറായി കിടന്നാൽ ഇവർ കിടന്നോളും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ചെള്ള് അതുപോലെ ഈ ആങ്കർ വേം ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് കച്ചറായിട്ടുള്ള വെള്ളത്തിൽ കിടന്നാൽ. അപ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക. ഒരു മാക്സിമം 2 വർഷം ഇട്ടാൽ മതി കേട്ടോ. മാക്സിമം ബ്രീഡിംഗ് ഒക്കെയാണ് ചെയ്യണമെങ്കിൽ 2 വർഷം ഇടരുത്, 1 വർഷം തന്നെ ഇട്ടിട്ട് അത് മാറ്റി കൊടുക്കണം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടൻറ്റ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ നല്ല മീനുകളൊക്കെ വളർത്തുക, ഹോബിസ്റ്റ് ആവുക. എന്താ പറയുക, അപ്പോൾ മനസ്സിനൊക്കെ നല്ല ഉല്ലാസമാണ്. എന്നിട്ട് അത് പറ്റുവെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുക. റവന്യൂവിനൊന്നും വേണ്ടിയിട്ടല്ല, അതവിടെ എടുക്കട്ടെ, അത് വന്നോളും. നിങ്ങൾ ചെയ്ത് നോക്ക്, തുടങ്ങി നോക്ക്, അത് ഭയങ്കര രസമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു പണി കഴിഞ്ഞാൽ ഒരു പണി എന്നുള്ള ഒരു എൻഗേജ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓഫീസ് വർക്ക് ചെറുതായിട്ട് ഞാൻ എടുക്കുമ്പോഴുള്ള റൂം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിലാണ് റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ടാലിയുടെ കസ്റ്റമൈസേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഇതുപോലെ മീൻ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഉപകാരപ്പെട്ടല്ല, അപ്പോൾ എനിക്കും ഉപകാരപ്പെടും, അവർക്കും ഉപകാരപ്പെടും. ഓക്കെ, എന്തായാലും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.